കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, മലയാള സിനിമയിലെ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ വലയെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇതാദ്യമായി രണ്ട് സംവിധായകർ, അതും വളരെ സജീവമായ പ്രമുഖ സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നു. കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കാം. പക്ഷേ ഈ കഞ്ചാവ് എങ്ങനെ വന്നു, എത്രത്തോളം വിപുലമാണ് ഇവരുടെ ശൃംഖല എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്താണ് നമുക്ക് കിട്ടുന്ന ആദ്യ വിവരങ്ങൾ? ഈ പുലർച്ചെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഈ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസയും കഞ്ചാവുമായി അറസ്റ്റിലാവുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ 1.6 ഗ്രാം കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ജാമ്യത്തിൽ ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒപ്പം മറ്റൊരാളെ കൂടി സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് കഞ്ചാവുമായി പിടിയിലായത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. ഷാലിഫ് മുഹമ്മദ് എന്നൊരാൾ കൂടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഇവരുടെ ഫ്ളാറ്റിലാണ് ഇന്ന് പുലർച്ചെ 2:30 നടത്തിയ പരിശോധനയിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഷൈൻ ടോം ചാക്കോ ഉള്ള മുറിയിലേക്ക് എക്സൈസ് പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ആ സമയത്ത് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല, കഞ്ചാവുമായി തന്നെ ഇരുവരെയും പിടികൂടിയിരിക്കുന്നു. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിലൊക്കെ ഇപ്പോഴും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഖാലിദ് റഹ്മാനെ പോലെ ഒരു സംവിധായകൻ കഞ്ചാവുമായി പിടിയിലാവുന്നത്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, പറഞ്ഞോളൂ. പുലർച്ചെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് സംവിധായകരിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായിട്ടുള്ളത്. ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഒപ്പം ഷാലിഫ് മുഹമ്മദ് എന്നൊരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവര് 3 പേരെയും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ കഞ്ചാവിന്റെ അളവ് വളരെ കുറവായത് കൊണ്ട് തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ശരി സൂചിപ്പിച്ചതുപോലെ തമാശ, അതുപോലെ ഭീമന്റെ വഴി എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. അതുപോലെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാനയിൽ തല്ലുമാലി എന്നൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ഖാലിദ് റഹ്മാൻ. ഇപ്പോൾ സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തിന്റെ ഉപയോഗം കൂടി വരുന്നതിന്റെ സാഹചര്യത്തിൽ തന്നെ ഫെസ്ക ഉൾപ്പെടെ ഫിലിം ചേംബർ ഉൾപ്പെടെയുള്ള സംഘടനകൾ വിവിധ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സംവിധായകർ കഞ്ചാവുമായി പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംവിധായകരെ എന്നുള്ള നിലയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിൽ 2 പേരെ കഞ്ചാവുമായി പിടികൂടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫിലിം ചേംബറിന്റെ കീഴിലുള്ള 7 സംഘടനകൾക്ക് കർശനമായ നിർദ്ദേശവും മറ്റും നൽകിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇവരാരെങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളിലെ ഫെസ്കയുടെ ഭാഗമാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകനാണ് ഇപ്പോൾ ഈ ഒരു വിവാദത്തിലേക്ക് പെടുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ ഉണ്ടായ റെയ്ഡിലാണ് ഇവരിൽ നിന്നും ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ശ്രീജ, വളരെ പ്രമുഖനായ സംവിധായകൻ, ജനപ്രിയനായ സംവിധായകൻ ഖാലിദ് റഹ്മാനും ഒപ്പം അഷ്റഫ് ഹംസ, തമാശയും ഭീമന്റെ വഴിയും പോലെയുള്ള വളരെ ശ്രദ്ധേയമായ സിനിമകൾ സംവിധാനം ചെയ്ത അഷ്റഫ് ഹംസയുമാണ് ഇപ്പോൾ പിടിയിലായത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവരെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. ആ ഫ്ളാറ്റിൽ പുലർച്ചെ 2:30 എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയത്. 2 മണിക്കൂറോളം പരിശോധന നീണ്ടു. ആ പരിശോധനയിലാണ് 1.6 ഗ്രാം, അതൊരു ചെറിയ അളവാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ ഇതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശൃംഖലയെക്കുറിച്ചാണ്. ഇത്ര സജീവമായി ജോലി ചെയ്യുന്ന സംവിധായകർ അല്ലെങ്കിൽ ഇത്ര ശ്രദ്ധേയരായ സംവിധായകർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഇവരുടെ സെറ്റുകൾ എല്ലാം സംശയത്തിന്റെ നിഴലിലേക്ക് ഒരിക്കൽ കൂടി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ വലിയ പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്. എവിടെ നിന്ന് ഈ ലഹരി എത്തി, ആരാണ് ഇവർക്ക് ലഹരി എത്തിച്ചത്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം ആവില്ലേ ഇനി നടക്കുക? തീർച്ചയായിട്ടും ശ്രീജ, കാരണം നേരത്തെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു. കാരണം സിനിമയിൽ ലഹരി ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ സിനിമാ സെറ്റുകൾ അത്ര പവിത്രമൊന്നുമല്ല, അതിൽ പരിശോധനയിൽ നിന്ന് മാറ്റി നിർത്താൻ എന്നൊരു കാര്യം കൂടി കൂടി വ്യക്തത ഉണ്ടാക്കി. അതായത് കൂടുതൽ വ്യാപകമായ പരിശോധനകൾ സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്നുള്ള സൂചനയായിരുന്നു അദ്ദേഹം തന്നത്. അത് തന്നെയാണ് വ്യക്തമാകുന്നതും. ഇത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ചെറിയ അളവാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെതിരെ നടപടി വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജനപ്രിയനായ ഒരു സംവിധായകൻ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു വലിയ അതായത് സിനിമ പോലെയുള്ള ഇടങ്ങളിൽ അത് നേരത്തെ തന്നെ നമുക്കറിയാം, അത് ഷൈൻ ടോം ചാക്കോയെ തന്നെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സാഹചര്യവും ഷൈൻ ടോം ചാക്കോയുമായി പറ്റിയുള്ള വിവാദങ്ങളും വിൻസി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിരുന്ന വെളിപ്പെടുത്തലുകളും ഒക്കെ ഇതിന്റെ ഭാഗമായി തന്നെ നിറഞ്ഞ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംവിധായകരുടെ കയ്യിൽ നിന്ന് കൂടി ലഹരി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ഈ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ലഹരി കണ്ടെത്തുന്നതും അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പുതിയ കാര്യം. കാരണം ഒരാളുടെ മറയാക്കി ഷൈൻ ടോം ചാക്കോ തന്നെ നേരത്തെ പറഞ്ഞത് സിനിമാ മേഖലയിൽ ഒരുപാട് പേർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതെന്നെ മറയാക്കുകയാണ്, അതല്ലെങ്കിൽ എന്നെ ഇരയാക്കിയ ശേഷം മറ്റുള്ളവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തരത്തിൽ തന്നെയുള്ള ഇത് ഷൈൻ ടോം ചാക്കോ നേരത്തെ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വെളിപ്പെടുത്തിയിരുന്നതാണ്. ആ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. കൂടുതൽ ആളുകൾ, അത് പ്രത്യേകിച്ച് പ്രമുഖരായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട കഞ്ചാവുമായി ലഹരി ഉൾപ്പെടെ പിടികൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെയും തിരുവനന്തപുരത്ത് ഒരു സിനിമാ സെറ്റിലും ഇതുപോലെ പരിശോധന നടത്തി, അവിടെയും കഞ്ചാവ് പിടികൂടി. പക്ഷെ അപ്പോഴുമുണ്ടായ ഒരു പ്രത്യേകത, അത് കുറഞ്ഞ അളവിലായതുകൊണ്ട് അതിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ, കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് പോകാനായിരുന്നില്ല. ഇപ്പോൾ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് രണ്ട് സംവിധായകരും പിടിയിലായത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മലയാള സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന രണ്ട് സംവിധായകരാണ് ഇപ്പോൾ ഇറങ്ങിയ ആലപ്പുഴ ജിംഖാന, തല്ലുമാല, ഉണ്ട, അനുരാഗ കരിക്കിൻ വെള്ളം, അങ്ങനെ ശ്രദ്ധേയമായ സിനിമകൾ ചെയ്ത് വളരെ സജീവമായി സിനിമയിൽ നിൽക്കുന്ന സംവിധായകൻ ഖാലിദ് റഹ്മാനൊപ്പം അഷ്റഫ് ഹംസിയും സമാന രീതിയിൽ വളരെ ശ്രദ്ധേയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കും. ഇവർ സംഘടനയുമായി വളരെ വലിയ അടുപ്പം പുലർത്തുന്ന ആളുകളല്ല, FFK ഉൾപ്പെടെയുള്ള സംഘടനയുമായി. പക്ഷേ സംഘടനയ്ക്ക് നടപടി എടുക്കേണ്ടി വരും, സംഘടന സംസാരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ.